ഒരു പട്ടാളക്കാരനെ ദൈവമായി കാണുന്ന സ്ഥലം ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ആ ദൈവത്തെ കാണാൻ ഓടിയെത്തുന്നു എന്നത് ചിന്തിക്കാൻ കഴിയുമോ? ഓരോ നാടുമായും മതങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ആർമിയുടെ മനസ്സിൽ ആഴത്തിൽ അടിയുറച്ച ഈ വിശ്വാസം നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് ഈസ്റ്റ് സിക്കിമിലെ ഹർഭജൻ സിംഗ് ബാബ മന്ദിറിലാണ്. ഈ ഹർഭജൻ സിംഗ് നമ്മളിൽ കൂടുതൽ പേർക്കും സുപരിചിതനായ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് അല്ല, മറിച്ച് 1946 ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജ്റൻവാലിയിലെ സദ്രാന എന്ന ഗ്രാമത്തിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. തൻ്റെ 20ാമത്തെ വയസ്സിൽ ഒരു ശിപ്പായിയായി പഞ്ചാബ് റെജിമെൻറ്റിൽ ചേർന്ന അദ്ദേഹം 23rd പഞ്ചാബ് റെജിമെൻറ്റിലെ മിടുക്കനായ ഒരു പട്ടാളക്കാരനായിരുന്നു. 1968 തൻ്റെ 22ാമത്തെ വയസ്സിൽ ആർമി ഡ്യൂട്ടിക്കിടെ ഒരു താഴ്വരയിലേക്ക് വീണാണ് അദ്ദേഹം മരണമടഞ്ഞത്. അവിടെ നല്ല ഒഴുക്കുണ്ടായിരുന്നതിനാൽ വീണിടത്തു നിന്നും 2 കിലോമീറ്റർ ദൂരം മാറിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അടിഞ്ഞത്. എന്നാൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതോ മരണമടഞ്ഞതോ അന്നേരം ആരും അറിഞ്ഞിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതായതോടെ ഹർഭജൻ സിംഗിനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരും പുറത്തേക്കിറങ്ങി. എത്ര അന്വേഷിച്ചിട്ടും അവർക്കാർക്കും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഒരു പട്ടാളക്കാരൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ശരീരം എവിടെയാണുള്ളതെന്നും എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു നൽകിയെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഒപ്പം സ്വപ്നത്തിൽ തനിക്കായി ഒരു കുടീരം ശരീരം വീണ്ടെടുക്കുന്ന സ്ഥലത്ത് തന്നെ പണിയണമെന്നും പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാബ മന്ദിർ സ്ഥാപിക്കപ്പെട്ടു. നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്ഥലത്തായിരുന്നില്ല ആദ്യത്തെ ക്ഷേത്രം. പിന്നീട് 1982 പുതുതായി ഇവിടെ ക്ഷേത്രം പണിയെടുപ്പിക്കുകയായിരുന്നു. അന്ന് മുതൽ തന്നെ അദ്ദേഹത്തെ ദൈവതുല്യനായി ആളുകൾ കണ്ടിരുന്നെങ്കിലും വീണ്ടും പലരുടെയും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതായി അനുഭവങ്ങൾ വന്നതോടെയാണ് ആളുകളിൽ വിശ്വാസമേറിയത്. പലപ്പോഴും ചൈനീസ് പട്ടാളം ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനു മുൻപായി ഇദ്ദേഹം സ്വപ്നത്തിൽ വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഹർഭജൻ സിംഗ് ഇവരുടെ സെയിൻറ്റ് ബാബയായി മാറി. അദ്ദേഹത്തിൻ്റെ അമ്പലം ബാബ മന്ദിറായി മാറി. ഇന്ത്യൻ പട്ടാളക്കാരെ കൂടാതെ പല ചൈനീസ് പട്ടാളക്കാരും ബോർഡർ ഏരിയയിൽ ഇദ്ദേഹത്തെ പോലെ തന്നെയുള്ളൊരു പട്ടാളക്കാരനെ പലപ്പോഴും രാത്രികാലങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ന സാക്ഷ്യങ്ങൾ കൂടി വന്നതോടെ ഇവിടുത്തുകാരുടെ വിശ്വാസവും കൂടി. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എന്തായാലും ഈ സ്ഥലം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വിശ്വാസങ്ങൾക്ക് പുറമെ വളരെ കൗതുകമുണർത്തുന്ന ഒത്തിരി കാര്യങ്ങളും ഇവിടെയുണ്ട്. മരിച്ച ശേഷവും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ആർമിയിൽ നിന്നും സാലറി കൃത്യമായി വീട്ടിലേക്ക് കൊടുക്കുമായിരുന്നു. റിട്ടയർമെൻറ്റ് ഏജിന് ശേഷവും ഇത് തുടർന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. അതേപോലെ എല്ലാ കൊല്ലവും സെപ്റ്റംബർ 11 ആനുവൽ ലീവ് സമയത്ത് അദ്ദേഹത്തിൻ്റെ യൂണിഫോമും ബൂട്ടും ഒക്കെ ഒരു ജീപ്പിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ സിലിഗുരിയിലേക്ക് അഥവാ ന്യൂ ജൽപാഗുരിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിനായി ട്രെയിനിൽ ഒരു സീറ്റ് റിസർവ് ചെയ്ത ശേഷം ഈ യൂണിഫോമും ബൂട്ടുമായി പട്ടാളക്കാർ ട്രെയിനിൽ പഞ്ചാബിലെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എത്തിക്കുന്ന ആചാരവും ഉണ്ടായിരുന്നു. ടെമ്പിളിനുള്ളിൽ അദ്ദേഹത്തിനായി ഇപ്പോഴും ഒരു ലിവിംഗ് റൂം, ഓഫീസ് റൂമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനായി ടേബിളും ക്യാബിനും ഒക്കെ അതിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഷീറ്റും യൂണിഫോമും ഒക്കെ അവിടെ പ്രത്യേകം സ്ഥാപിച്ചിട്ടുണ്ട്. പലപ്പോഴും യുദ്ധം അടുക്കുന്ന നേരത്ത് അതിനു മുൻപായി അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ബെഡ്ഷീറ്റ് ചുളുങ്ങിക്കിടക്കുന്നതും ബൂട്ടുകൾ മഡിയായി കിടക്കുന്നതും കാണാമെന്നും ഇവിടുത്തുകാർ പറയുന്നുണ്ട്. മറ്റമ്പലങ്ങളിൽ പൂജാരിമാരുള്ളതുപോലെ അവർ നേർച്ച നൽകുന്ന പോലെ ഇവിടെ നേർച്ച നൽകുന്നത് പട്ടാളക്കാരാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന വെള്ളം കുടിച്ചാൽ അസുഖങ്ങൾ മാറുമെന്നും ആ അസുഖമുള്ള ആളിൻ്റെ കുടുംബാംഗങ്ങൾ 21 ദിവസത്തോളം നോൺ വെജ് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നും ഒക്കെയാണ് ഇവിടുത്തെ വിശ്വാസവും ആചാരവും. ഇതുവഴി കടന്നു പോകുന്ന ആർമി ട്രക്കുകളൊക്കെ ഇവിടെ നിർത്തി മിക്കപ്പോഴും പ്രാർത്ഥിച്ച ശേഷമാണ് മുന്നോട്ട് പോവുക. ചൈനയുമായി യുദ്ധമുണ്ടാകുമ്പോഴൊക്കെ തങ്ങളുടെ രക്ഷയ്ക്കായി ബാബ ഉണ്ടാകുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞ പോലെ ആർമി ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബോർഡുകളും ഇവിടെയുണ്ട്. അമ്പലത്തിനടുത്തായി ക്യാൻറ്റീനുണ്ട്. ആർമി നടത്തുന്ന ക്യാൻറ്റീനാണ്. പൊതുവെ ഈ ഭാഗത്ത് കടകൾ കുറവായതുകൊണ്ടും സാധനങ്ങൾ ഗാങ്ടോക്കിൽ നിന്നും മറ്റും എത്തിക്കേണ്ടതുകൊണ്ടും വില അല്പം കൂടുതലാണ്. എന്നാൽ ഈ ഭാഗത്തെ മറ്റ് കടകളുമായി നോക്കുമ്പോൾ അല്പം വിലക്കുറവുണ്ട്. ഉപയോഗിച്ച പാത്രങ്ങൾ ഡസ്റ്റ്ബിനിൽ ഇടണമെന്ന് ബോർഡ് വെച്ചേക്കുന്നതിന് ചുറ്റും തന്നെ വേസ്റ്റ് കിടക്കുന്നത് കാണാം. ക്യാൻറ്റീനുള്ളിൽ രസകരമായി തോന്നിയത് ഈ എഴുതിയിരിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ
നേരിൽ പറഞ്ഞില്ലെങ്കിലും ഈ മണി അടിച്ചാൽ മതി. കൈലാസ് മാനസരോവർ യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിന് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള ബോർഡും പലയിടത്തും കാണാം. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റായി വലിയൊരു ശിവപ്രതിമ കാണാം. തൊട്ടരികിലായി വെള്ളച്ചാട്ടവും. വളരെ പ്രസിദ്ധമാണിത്. ബാബ മന്ദിറിലെത്തുന്നവർ അവിടെ കൂടി മിക്കവാറും പോകാറുണ്ട്. പട്ടാളക്കാരുടെ ദൈവമായ ബാബയുടെ അമ്പലത്തിൽ നിന്നും ഇറങ്ങി തിരികെ ഗാങ്ടോക്കിലേക്ക് പോകുന്ന സമയത്ത് തെഗു എന്ന സ്ഥലത്തെത്തിയപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ATMകളിൽ ഒന്ന് കണ്ടു. തിരികെ മടങ്ങുമ്പോൾ വ്യത്യസ്തമായ കുറേ ആചാരങ്ങളും വിശ്വാസങ്ങളും അടുത്തറിയാൻ പറ്റിയ സന്തോഷമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ, ഈ വൈവിധ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണെന്നത് അത്ഭുതപ്പെടുത്തുന്നു. നാഥുല പാസിലേക്കുള്ള യാത്രയും സോങ്മോ നദീ കാഴ്ചകളും ഈ ബാബ മന്ദിർ യാത്രയുമൊക്കെ ഒത്തിരി അനുഭവങ്ങൾ സമ്മാനിച്ചു. ആ ഓർമ്മകളുമായി തിരികെ മടങ്ങുന്നു. നമ്മുടെ യാത്രാ കാഴ്ചകൾ ഇനിയും തുടരും.